ഗാസയിലെ സീസ് ഫയറിനെ ചൊല്ലിയിട്ട് ഇന്ന് UN ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ആ പ്രമേയം US വീറ്റോ ചെയ്തിരിക്കുകയാണ്. അറിയാമല്ലോ, 5 രാജ്യങ്ങളേ ഉള്ളൂ പെർമനന്റ് മെമ്പറായിട്ട്. ഇപ്പോൾ വീറ്റോ പവർ അമേരിക്കയ്ക്കുള്ളതുകൊണ്ട് അവർ വീറ്റോ ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട കാര്യത്തിലും ചൈന ചെയ്ത പരിപാടി ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് G20 നടന്ന മീറ്റിംഗിൽ അതേപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതേപോലെ കാനഡയിലെ ട്രൂഡോ, ഇവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം റഷ്യയെ തള്ളി പറയാത്തതിൻ്റെ ഒരു കാരണമാണ് അവർ ഏറ്റവും കൂടുതലാണ് അത് പറഞ്ഞു വെക്കുന്നത്. അതിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇവിടെ ഒരു മാസം കഴിയുമ്പോൾ ട്രംപ് വരും. ട്രംപ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ റഷ്യയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ എന്തൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വീറ്റോ ചെയ്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, UN ഈ ഒരു സീസ് ഫയറിന്റെ ഒരു പ്രമേയത്തിനെ US വീറ്റോ ചെയ്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഹോസ്റ്റേജസ്, അതായത് ഈ ബന്ദികളെ വിട്ടുകിട്ടിയാൽ മാത്രമേ സീസ് ഫയറിന്റെ ടോക്ക് മുന്നോട്ട് പോകുന്നുള്ള ഒരു തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ G20 എടുത്തത്. അതുകൊണ്ട് G20 ഇത്തവണ ബ്രസീലിൽ നടന്ന സമയത്ത് ഈ വാറിനെ കുറിച്ചൊന്നും അത്ര വലിയ രീതിയിലുള്ള ഫോക്കസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. സംസാരിക്കപ്പെട്ടു, അവിടെ എല്ലാം ഈ സമാധാനം വരണം, സീസ് ഫയർ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ സംസാരിക്കപ്പെട്ടു. പ്രത്യക്ഷത്തിൽ അത്ര ശക്തമായ നിലപാടുകളൊന്നും അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം റഷ്യ ഉക്രൈൻ വിഷയത്തിലായാലും ശരി, ഇസ്രയേലിന്റെ കാര്യത്തിലായാലും ശരി, ആരും കൂടുതൽ അങ്ങ് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഗ്ലോബൽ സൗത്ത്, ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സീസ് ഫയറിന്റെ കാര്യം സംസാരിച്ച സമയത്ത് അവിടെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റേജസ്, അതായത് ഈ ബന്ദികളെ വിട്ടുകിട്ടിയാൽ മാത്രമേ സീസ് ഫയർ മുന്നോട്ട് പോകുന്നുള്ള നിലപാടാണ് US എടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇന്ന് അവർ വീറ്റോ ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഈ വീറ്റോ ചെയ്ത് കഴിഞ്ഞുകൊണ്ടേ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് ഇതിന്റെ ഒരു മറുപടി വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ ഓൺ ഇസ്രയേൽസ് കൺട്രോൾ എന്നാണ്. അതായത് ഇസ്രയേലിന്റെ അടുത്താണ് സീസ് ഫയറിന്റെ കൺട്രോൾ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അതായത് ബ്ലെയിം എടുത്ത് ഇസ്രയേലിന്റെ തലയിൽ വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. ഇസ്രയേൽ ഇതിന് പറയുന്ന കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 8 ഈ ഹിസ്ബുള്ള ഹമാസിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതായത് ഒക്ടോബർ 7 അറ്റാക്ക് കഴിഞ്ഞിട്ട് ഒക്ടോബർ 7 ഈ ഗാസയിൽ നിന്നും ഇസ്രയേലിലേക്കുള്ള അവർ കടന്നുകയറ്റം അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്ടോബർ 8 ഹിസ്ബുള്ള കൃത്യമായിട്ട് ഈ ഒരു ഹമാസിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 200 റോക്കറ്റ് മിസൈലുകൾ കൃത്യമായിട്ട് ഇസ്രയേലിന്റെ ബോർഡറിൽ ഇവർ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി ഇസ്രയേൽ കണ്ടെത്തുകയും അതിനെ തച്ചുടച്ച് കളയുകയുമാണ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇസ്രയേൽ കണ്ടെത്തിയത് സിറിയ വഴി ഇറാനിലുള്ള വെപ്പൻസ് ഇതിലൂടെ കടന്ന് സ്മഗ്ലായി വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ സിറിയ ബോർഡർ വഴി ലെബനാനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് ആരും തടഞ്ഞില്ല. അത് ലെബനാനിലുള്ള ലെബനീസ് ഡിഫൻസും അത് തടഞ്ഞില്ല. അതേപോലെ തന്നെ യുണിഫിലിന്റെ ആൾക്കാരും UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടല്ലോ, അവരും അത് തടഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ UN പീസ് കീപ്പിംഗ്, അപ്പൊ ഇതൊരു പോയിന്റ് ആയിട്ട് ഇസ്രയേൽ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് യുണിഫിലിന്റെ ടീം അവിടെ ഉണ്ട്. യുണിഫിലിന്റെ പീസ് കീപ്പിംഗ് മിഷൻ അവിടെ വെച്ചിരിക്കുന്നത്, അവിടെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് ഒരു പീസ് കീപ്പിംഗ് മിഷൻ, അതായത് UN റെസൊല്യൂഷൻ 701 എന്ന് പറഞ്ഞ് 2006 ഉണ്ടാക്കിയ ഒരു പീസ് കീപ്പിംഗിന്റെ ഒരു ട്രീറ്റി വെച്ചിട്ടാണ് അവിടെ UN ബഫർ സോൺ ഇട്ട് അവിടെ ഇരിക്കുന്നത്. ഈ ബഫർ സോണിൽ ഹിസ്ബുള്ളയും ലെബനാന്റെ ആർമിയും പോലും അവിടെ കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ നിയമം. ഇസ്രയേലും അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഇസ്രയേലും ഇത്ര നാളും പാലിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന ആൾക്കാർ ഇത് പാലിച്ചില്ല. അതിനൊരു വഴി ഒരുക്കി കൊടുത്തതാരാണ്? അപ്പൊ ഇവിടെ UN പീസ് കീപ്പിംഗ് മിഷൻ അവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? ഇതാണ് അവരുടെ ചോദ്യം. കാരണം ഇവർ ഇത്രമാത്രം കണ്ണടച്ച് വിട്ടത് കൊണ്ടാണല്ലോ അവരിങ്ങോട്ട് കയറി വന്നത്. എന്നാൽ പിന്നെ നമുക്കും മുൻകൂട്ടി തന്നെ ഇവരെ കൗണ്ടർ ചെയ്ത്, നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളും തീവ്രവാദികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും യൂണിഫിലിനകത്ത് അടിച്ചു കയറി അങ്ങ് പോയി ഇതിനു മുമ്പ് ഇതൊക്കെ തടയാമായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് ആ ഒരു ആർഗ്യുമെന്റ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഇറ്റലിയിൽ നിന്നും ഇറ്റലി അംബാസിഡർ പറഞ്ഞത് യുണിഫിലില് ഇറ്റലിയുടെ ഫോഴ്സ് കുറെ ആൾക്കാരുണ്ട്, അപ്പൊ അവർക്കെതിരെ ചില അറ്റാക്കുകൾ നടന്നു എന്നുള്ള രീതിയിലാണ്. യുണിഫിലിന് എതിരെ നടന്ന അറ്റാക്കിനെ ഇസ്രയേലിന്റെ തലയിൽ വെച്ചുകൊണ്ടാണ് ഇറ്റലി ബ്ലെയിം ചെയ്തത്. അപ്പൊ ആ ബ്ലെയിമിന് ഇന്ന് ഇസ്രയേൽ, അതായത് പൂർണ്ണമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇറ്റലിക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നടന്നെന്നുള്ളത് കൃത്യമായി ടൈം സഹിതം, രാവിലെ ഇത്ര മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം ഇത്ര മണിക്ക്, വൈകുന്നേരം ഇത്ര മണിക്ക്, 4 നേരങ്ങളിലായിട്ട് ഏതാണ് 80-ലേറെ തവണ റോക്കറ്റുകൾ യുണിഫിലിന്റെ മേളിൽ അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ യുണിഫിൽ അത് പറഞ്ഞിരിക്കുന്നത് വേറൊരു ടെർമിനോളജി ഉപയോഗിച്ചാണ്. യുണിഫിൽ അതിനെ പറഞ്ഞിരിക്കുന്നത് നോൺ സ്റ്റേറ്റ് അറ്റാക്കേഴ്സ് എന്നാണ്. അതെന്താണ് നോൺ സ്റ്റേറ്റ് അറ്റാക്കേഴ്സ്? ഈ നോൺ സ്റ്റേറ്റ് അറ്റാക്കേഴ്സ് എന്ന് പറയുന്നത് സോ കോൾഡ് അവർ ഹിസ്ബുള്ള എന്ന് പേര് പറയാൻ മടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഇസ്രയേൽ ചോദിക്കുന്നത്. ഇസ്രയേലിന്റെ, അതായത് യുണിഫിലിന്റെ മുകളിൽ ഒരു മിസൈൽ, ഏതാണ്ട് ഇസ്രയേലിന്റെ മിസൈൽ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇസ്രയേലിന് പേര് പറയാൻ മടിയില്ലാത്ത യുണിഫിൽ എന്തുകൊണ്ട് നോൺ സ്റ്റേറ്റ് അറ്റാക്കർ എന്ന് പറയുന്നു? എന്താണ് നോൺ സ്റ്റേറ്റ് അറ്റാക്കർ? അതാണ് അവർ ചോദിക്കുന്നത്.
യുനിഫിലിന്റെ, അതായത് UN സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് നോൺ സ്റ്റേറ്റ് അറ്റാക്കർ എന്ന് പറഞ്ഞിട്ട്. അത് ഹിസ്ബുള്ളയാണോ അല്ലെങ്കിൽ ലെബനീസ് ആർമിയാണോ, അത് കൂടാതെ പിന്നെ ഇവർ തന്നെയാണോ ഇവരെ അറ്റാക്ക് ചെയ്തത്? ഈ നോൺ സ്റ്റേറ്റ് അറ്റാക്കർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആ ഒരു ടെർമിനോളജി എന്താണെന്നാണ് ഇസ്രയേൽ ചോദിക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഇരട്ടത്താപ്പ്, യുനിഫിലിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം. അപ്പൊ ഇതിനോടെല്ലാം അനുബന്ധിച്ച് നോക്കുമ്പോഴാണ് പിന്നെ അമേരിക്ക ചെയ്ത വീറ്റോ വളരെ എക്സാക്ട്ലി ഇതിന്റെ കൂടെ മാച്ച് ആയി പോകുന്നത്. യുനിഫിലിന് കാണാൻ കഴിയില്ല. യുനിഫിലിന്റെ ബേസിന്റെ അടിയിൽ കൂടെ തന്നെ പിന്നെ ഹിസ്ബുള്ള തുരങ്കം എടുക്കുന്നത് യുനിഫിലിന് കാണാൻ കഴിയില്ല. യുനിഫിലിന്റെ മേളില് ഹിസ്ബുള്ള അറ്റാക്ക് നടത്തിയാലും യുനിഫിലിന് കാണാൻ കഴിയില്ല. യുനിഫിലിന്റെ ക്യാമ്പസ് ചുറ്റാകെ ഈ ഹിസ്ബുള്ള പിന്നെ ആയുധങ്ങളുമായിട്ട് ഹിസ്ബുള്ളയുടെ സോൾജേഴ്സ് കറങ്ങി നടക്കുന്നത് യുനിഫിലിന് കാണാൻ കഴിയില്ല. പിന്നെ യുനിഫിലിന് എന്താണ് കാണാൻ കഴിയുക? പിന്നെ എന്തിനാണ് യുനിഫിൽ അവിടെ നിൽക്കുന്നത്? ഈ ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് ഉന്നയിക്കുന്നത്. സീസ് ഫയറിന് വേണ്ടത് ഫ്രീഡമാണ്. ഇസ്രയേലിന്റെ ഫ്രീഡം വേണം. അവരുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്താനുള്ള ഫ്രീഡം വേണം എന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത് ഹിസ്ബുള്ള അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. പിന്നെ ഈ ആയുധക്കടത്ത്, ഈ ഒരു സ്മഗ്ലിംഗ്, സിറിയയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സ്മഗ്ലിംഗ് തടയണം. ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സീസ് ഫയർ ഇസ്രയേലിന്റെ കോർട്ടിലാണെന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയാണ് പറയുന്നത്. കാരണം സീസ് ഫയർ ചെയ്യണമെങ്കിൽ ഫയർ ചെയ്യുന്ന ആളാണല്ലോ സീസ് ചെയ്യേണ്ടത്. ഫയർ ചെയ്യുന്നത് ഇപ്പൊ ഇസ്രയേലാണ്. അപ്പൊ അവരെന്തായാലും ഇപ്പൊ നിർത്താൻ പോകുന്നില്ല. ഇങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ അവർ ഒത്തു വന്നു കഴിഞ്ഞാൽ നിർത്താം, അല്ലെങ്കിൽ നടക്കൂല. പിന്നെ പ്രയോറിറ്റി വെച്ചിരിക്കുന്നത് ഹോസ്റ്റേജ് റിലീസാണ്. പ്രാഥമികമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്? ഈ ഹോസ്റ്റേജിനെ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണല്ലോ ഈ അടി നടക്കുന്നത്. അപ്പൊ അതിനെ റിലീസ് ചെയ്താൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി വരുന്നത് ഇറാന്റെ ഒരു കാര്യമാണ്. ഇറാന്റെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇറാൻ ഇപ്പൊ വീണ്ടും ഈ ന്യൂക്ലിയർ ഡീല്, അവർക്ക് യുറേനിയം പ്ലാന്റ്, അതായത് ഈ ഒരു അണുആയുധം ഉണ്ടാക്കാനുള്ള പ്ലാന്റ് ഇസ്രയേൽ അറ്റാക്ക് ചെയ്തതായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം പെട്ടെന്നൊന്നും അവർക്ക് ഇപ്പോൾ ഒരു അണുആയുധം അങ്ങ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഗ്ലോബലി എക്സ്പോസ്ഡ് ആയി. ഇപ്പൊ പെട്ടെന്നൊന്നും ഇറാനിന് അണുആയുധം തട്ടിക്കൂട്ടാൻ കഴിയില്ല എന്നുള്ളത് ലോകത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെ അവരിപ്പോ വേറൊരു ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഈ IAEA, ഈ ഒരു ഇന്റർനാഷണൽ ആറ്റമിക് എനർജി അസോസിയേഷൻ പോയി വെരിഫൈ ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ 160 കിലോഗ്രാം യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം 60% ആണ് അവർ കണ്ടെത്തിയത്. 60% എൻറിച്ച്ഡ് യുറേനിയം. അത് ശരിക്കും പറഞ്ഞാൽ എനർജി സെക്ടറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യുറേനിയമാണ്. പക്ഷെ അത് ഒക്ടോബർ മാസം തന്നെ, ഒക്ടോബർ മാസത്തെ കണക്കും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 17 കിലോഗ്രാം അധികം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഇവർ കണ്ടെത്തിയതാണ്, IAEA കണ്ടെത്തിയതാണ്, ഈ ഒരു ആറ്റമിക് എനർജി ഏജൻസി കണ്ടെത്തിയതാണിത്. അപ്പോൾ ആ കണ്ടെത്തലിൽ അവർ പറഞ്ഞത് 17 കിലോ അധികമുണ്ട്. പിന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 90% എൻറിച്ച്ഡ് യുറേനിയമാണ്, 90% എൻറിച്ച്ഡ് യുറേനിയമാണ് വേണ്ടത്. അതിപ്പോ നമ്മൾ ഗോൾഡ് ഒക്കെ പറയുന്നല്ലോ, 916 എന്നൊക്കെ പറയുന്നതാണ്. അതേപോലെ കുറച്ചുകൂടെ പ്യൂർ ആയിട്ട് ഇത് എൻറിച്ച്ഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ 90% ആണെങ്കിൽ മാത്രമേ അത് ആറ്റം ബോംബിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലാണ്. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റും. യുറേനിയം എൻറിച്ച്ഡ് ഇപ്പോഴും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ബോംബ് ഉണ്ടാക്കാനുള്ള ആ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ആ ഒരു വാർഹെഡ് ഉണ്ടാക്കാനുള്ള മിഷനാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ്. അപ്പൊ ഇപ്പോഴും ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ട് എന്നുള്ള നിലയിലുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം അവർക്ക് എത്രയും വേഗം ഈ ഒരു സാങ്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ന്യൂക്ലിയർ ഡീലിലേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രഷർ ഇടുന്നത്. ഇപ്പൊ 2-3 ദിവസങ്ങളൊന്നും മിണ്ടാട്ടമില്ലായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് അവർ പുതിയ അനൗൺസ്മെന്റുമായിട്ട് വന്നിരിക്കുന്നത്. അത് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ വെല്ലുവിളി ഉയർത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യണം, ഈ സാങ്ഷൻസ് ഒഴിവാക്കി കൊടുക്കണം. ഇതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ്. പക്ഷേ എന്നാൽ അവർ മറ്റേ കളിക്ക് തയ്യാറല്ല. മറ്റത് അവരുടെ പ്രോക്സികളൊക്കെ പിൻവലിക്കാനും അവരെ ഫീഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു നിലപാട് അവർ എടുക്കുന്നില്ല. അപ്പൊ ഇത് എല്ലാം കൂടെ കോൺട്രാഡിക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇറാൻ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സീസ് ഫയറിനെ അപ്രോച്ച് ചെയ്യുന്ന മറ്റുള്ള സൈഡിലും ഇതേ ഒരു കൺഫ്യൂഷൻ പിന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഈ ഹോസ്റ്റേജസ് ആണ്, ഈ ഒരു ബന്ദികളാണ്. കാരണം ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. മറ്റേത് ഇപ്പം ഗാസയിൽ പോയി ഒരു ആക്രമണം നടത്തുമ്പോഴാണ് ലൈഫ് ലോസ് ആകുന്നത്. അപ്പൊ അതുവരെ അവർ ബന്ദികളല്ല. പക്ഷെ ഇവിടെ ബന്ദികളായിട്ട് കുറെ ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് പ്രാഥമികമായിട്ട് വിട്ട് കിട്ടേണ്ടതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ US-ന്റെയും ഇസ്രായേലിന്റെയും നിലപാട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത ഞാൻ വായിച്ചായിരുന്നു, അതും കൂടെ ഇതിനകത്ത് പറഞ്ഞു പോകാം. പാകിസ്ഥാൻ, ഇന്ത്യ ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് നടത്തിയത് മുതൽ, പരീക്ഷണം നടത്തിയത് മുതൽ, അത് വിജയിച്ചത് മുതൽ, അത് കണ്ടത് മുതൽ ഇളക്കം തുടങ്ങിയതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് തന്നെ തീവ്രവാദ കൂട്ടങ്ങളെ കൊണ്ട് അടിയാണ്. ഇവരെ തന്നെ ഉണ്ടാക്കിവിട്ട തീവ്രവാദം കൊണ്ട് അവരെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നടക്കുന്നത്. അവിടെ 8 കഷ്ണമായിട്ട് പിരിഞ്ഞു പോകുമോ, 4 കഷ്ണമായിട്ട് പിരിഞ്ഞു പോകുമോ എന്നുള്ള അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. നിരന്തരം അവിടെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. ഇതേ ഒരു അവസ്ഥയിലാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഈക്വൽ ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ നിലപാട്. ഇതാണ് അവരുടെ നാശത്തിനും അവരുടെ എക്കണോമിക് ക്രൈസിസിനൊക്കെ കാരണം. കാരണം ഈ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ പിന്നെ മിലിറ്ററിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മിലിറ്ററിക്കാർ മാത്രം സുഖമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നത്
പിന്നെ പാകിസ്ഥാൻ ഒരു മിലിറ്ററിക്കാർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളൊക്കെ മാറ്റിയിട്ട് വേറൊരു രാജ്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടുത്തെ പാവങ്ങൾക്കൊന്നും ഈ പൈസ ഒന്നും പോകുന്നില്ല. അവരിപ്പം ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള തത്രപ്പാടിലാണ് നടക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. തുടർന്ന് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.